ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്പല്ലി ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിഷ് നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കിയൊക്കെ നമ്മൾ വെച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ഇതൊന്ന് സെൻറ്റർ പോർഷനിൽ നമ്മൾ ഫിഷ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നാലും നമ്മൾ ഇതുപോലെ അടുപ്പിച്ച് വരഞ്ഞു കൊടുത്താലേ മസാല എല്ലാം ചേർക്കുമ്പോഴത്തേക്കും അതിനകത്ത് നല്ലോണം പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കണ്ടോ, നല്ല രീതിയിൽ അത് കട്ട് ചെയ്ത് കൊടുത്തു. ഇത് രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ആദ്യം ഫിഷ് വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പ്, ഫിഷ് മസാല വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓയിൽ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വേപ്പില, തക്കാളി, നാരങ്ങ, പച്ചമുളക്, ഇത്ര ഐറ്റംസാണ്. പിന്നെ വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിത് പൊളിച്ച് വെക്കുവാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇൻഗ്രീഡിയൻസ് അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇത് റെഡിയാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതുണ്ടോ, ആദ്യം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് മൂന്നും കൂടി ആദ്യം നമ്മളൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് ആദ്യം നമ്മളത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ അരയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ആദ്യം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി. പിന്നെ അത് കഴിഞ്ഞ് സെപ്പറേറ്റ് നമ്മൾ തക്കാളിയാണ് ഇടാൻ പോകുന്നത്. തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ മസാലപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും ആഡ് ചെയ്ത്, പിന്നെ കുരുമുളക് പൊടി അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത്, പിന്നെ കുറച്ച് ഓയിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. കണ്ടോ, അത് ഒരു നാരങ്ങ തന്നെ ഫുൾ വേണം. അതിനുശേഷം നമ്മൾ ഇത് കൈ കൊണ്ട് നല്ലോണം അത് പേസ്റ്റ് ഇങ്ങനെ നല്ലോണം കറക്റ്റ് ബാറ്ററാക്കി വെക്കുക. കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കറിവേപ്പില ഇടുക. അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മീനിൻ്റെ ഉള്ളിലേക്ക് മസാലയെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇത് കണ്ടോ, ഇതുപോലെ നല്ലോണം മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്കും നല്ല ഫ്ലേവറാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. അതുപോലെ തന്നെ നമ്മൾ നല്ലോണം തേച്ച് പിടിപ്പിക്കുകയും വേണം. ഇത് കണ്ടോ, അപ്പോൾ രണ്ട് വശവും നമ്മളത് നല്ലോണം അതിൻ്റെ ഉള്ളിൽ ആ വരഞ്ഞ വശത്തു കൂടി നല്ലോണം തേച്ച് പിടിപ്പിക്കണം. മസാല ഇതുപോലെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, ഇതുപോലെ ഇരിക്കും ലാസ്റ്റ്. നമ്മൾ നൈറ്റാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതുണ്ടോ, കനലിട്ട് ചാർക്കോളൊക്കെ ഇട്ടിട്ട് നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഗ്രില്ലടിക്കാനായിട്ട് നമ്മൾ അത് വെച്ചു. ഫിഷും അതിലേക്ക് ഇട്ടു. കണ്ടോ, ഇതിനകത്തേക്ക് കനലായതിനു ശേഷം അതിലേക്ക് ഫിഷ് ഇട്ടു. കറക്റ്റ് നമ്മൾ ഈ ഒരു പാകത്തിന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.